തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരായ തുടർച്ചയായ ആക്രമണം തിരിച്ചടിയാകുമോ എന്നതാണ് ആശങ്ക. കോടതിയെ സമീപിക്കുന്നതിൽ രാഹുൽ നിലപാട് പറയാത്തതിലും അവ്യക്തതയുണ്ട്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ രാഹുൽ ഗാന്ധി അന്ന് മഹാദേവ്പുരയിൽ നടത്തിയ പഠനവും അതിനെ തുടർന്നുള്ള പ്രസന്റേഷനും വലിയ പിന്തുണ കിട്ടി. പിന്നീട് ഇപ്പോൾ കർണാടകയിൽ അലന്തിലും മഹാരാഷ്ട്രയിൽ ഋജുവിലും നടത്തിയ 2 പഠനങ്ങൾ, അതാണ് അതിൽ അലന്തിലെ വിവരങ്ങളാണ് പ്രധാനമായിട്ടും പങ്കുവച്ചത്. ഈ തുടർച്ചയായിട്ട് വോട്ട് ചോരി ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിൽ കോടതിയെ സമീപിക്കാത്തതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു അതൃപ്തി ഉണ്ടോ? കാരണം ഇത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു യാത്ര എന്ന രീതിയിൽ മറുപക്ഷം പ്രചരിപ്പിക്കാനുള്ള സാധ്യത കൂടുകയാണോ? എന്താണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ രാഹുലിന്റെ നീക്കത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? അവിടുത്തെ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ട് വരുന്നുണ്ടോ നോബൽ? അരുൺ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ കോൺഗ്രസിലെ ഒരു വിഭാഗം പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോഴും കോൺഗ്രസിന് അകത്ത് ഇതിൽ ഒരു എതിരഭിപ്രായം ഉണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ നിരന്തരം ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക പങ്കുവയ്ക്കുന്നു. അത് മാത്രമല്ല, എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടുപോകുക എന്നതിലും ഒരു അവ്യക്തത കുറവ് മൊത്തത്തിൽ പാർട്ടിക്കകത്ത് ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമപോരാട്ടം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർ അടക്കം ഈ വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിക്കണം എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലും ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മൊത്തത്തിലൊരു അവ്യക്തത കുറവ് ഉണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത്. അത്തരത്തിൽ കോൺഗ്രസിന്റെ അകത്ത് ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി പുകയുന്നുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. അത് മാത്രമല്ല, ഇത്തരത്തിൽ നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ വാർത്താ സമ്മേളനം, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്താ സമ്മേളനം വലിയ തരത്തിൽ പ്രചാരണം നേടിയത്. പക്ഷേ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പല പാളിച്ചകളും ഉണ്ടായി എന്ന കണക്കുകൂട്ടലും വിലയിരുത്തലും ഒരു വശത്ത് നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു വശത്ത് രാഹുൽ പല ഘട്ടങ്ങളായി വോട്ടുവെട്ടൽ നടന്നു എന്നും നടന്നില്ല എന്നുമൊക്കെ പരാമർശം അതിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള അവ്യക്തതകൾ അതിൽ ഉണ്ടായി. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പോലും ഈ വിഷയം നേരത്തെ പരാതിയായി ഉള്ളതും ഇതിലൊരു പരാതി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ അല്പം മൂർച്ച കുറഞ്ഞു പോയോ ഇന്നലത്തെ ആരോപണത്തിന് സംശയം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് മാത്രമല്ല, BJP ഇതിനെ വലിയ തരത്തിൽ പ്രചാരണം നൽകുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ അതൊരു ആദ്യഘട്ടത്തിലെ വാർത്താ സമ്മേളനത്തിന് താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിന് വേണ്ട പ്രചാരണം ലഭിച്ചിരുന്നത് മാത്രമല്ല വലിയ തിരിച്ചടി അത് ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി എന്താണെങ്കിലും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അതാണ് ഇപ്പോൾ ഒരു അതൃപ്തിയും ആശങ്കയും ഒക്കെ പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും വ്യക്തത ഇനിയും വരേണ്ടതുള്ളത് ഏത് തരത്തിലായിരിക്കും ഇനി ഇതിന്റെ മുന്നോട്ടുള്ള പോരാട്ടം എന്നുള്ളതാണ്. കാരണം നിലവിൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം മറ്റൊരു